ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രശസ്ത ചലച്ചിത്ര നായിക നടിയായ ഹണി റോസിന് വീണ്ടും ഭീഷണി. ഇതാണ് ഇന്നത്തെ നമുക്ക് കിട്ടിയ ഏറ്റവും പുതിയ വാർത്ത. എന്തിന് അങ്ങനെയും ഒരു ചോദ്യം. എന്തിനാണ് ഹണി റോസിന് വീണ്ടും ഭീഷണി? വീണ്ടും എന്ന് പറയുമ്പോൾ മുമ്പ് ഭീഷണി ഉണ്ടായിരുന്നു എന്നർത്ഥമില്ലേ? തീർച്ചയായും ഉണ്ട്. അതൊരു സിനിമയെ സംബന്ധിച്ചാണ്. 7 വർഷം മുമ്പ് ഇവിടെ പിതാവിനും പുത്രനും എന്നൊരു സിനിമ തുടങ്ങി വെച്ചു. അതിൽ പ്രധാനപ്പെട്ട 2 കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ഹണി റോസും സണ്ണി വെയിനുമാണ്. സണ്ണി വെയിൻ പുരോഹിതൻ്റെ വേഷത്തിലും ഹണി റോസ് കന്യാസ്ത്രീയുടെ വേഷത്തിലുമാണ്. വിഷയം മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്നു എന്നാണ് പറഞ്ഞത്. അതൊരു കന്യാസ്ത്രീ മഠത്തിൽ സംഭവിക്കുന്ന നന്മ തിന്മ സ്ത്രീവിരുദ്ധത എന്നൊക്കെ പറയാവുന്ന സിനിമയായിട്ടാണ് അന്ന് ഈ സിനിമയെ കുറ്റപ്പെടുത്തിയിരുന്നത്. ഷൂട്ടിങ്ങിൻ്റെ അവസരത്തിൽ തന്നെ ഈ സിനിമ നിരോധിക്കണമെന്ന് പറഞ്ഞ് ഒരു വിഭാഗം ശബ്ദമുയർത്തിയിരുന്നു. അന്ന് കന്യാസ്ത്രീയായി അഭിനയിക്കുന്ന ഹണി റോസിനോട് ആ വേഷം അഭിനയിക്കാൻ പാടില്ല, അങ്ങനെ ഒരു വേഷത്തിൽ അഭിനയിച്ചാൽ അതിന് പ്രത്യാഘാതങ്ങൾ പലതും നേരിടേണ്ടി വരും എന്നൊക്കെ സൂചനയുള്ള രീതിയിൽ ഭീഷണി ഉണ്ടായിരുന്നു. പക്ഷെ ഹണി റോസ് അത്തരം ഭീഷണികളെ വകവച്ചില്ല എന്നുള്ളതാണ്. ഒരു നല്ല കഥാപാത്രം ലഭിച്ചു. ഇതൊരു സിനിമയാണ്. സിനിമയിൽ നല്ല കഥാപാത്രത്തെ ലഭിച്ചപ്പോൾ അവതരിപ്പിച്ചു. അത് ഈ സിനിമയ്ക്ക് തിരക്കഥ എഴുതിയ 8 മാസത്തോളം ബൈബിൾ പഠിച്ചതിന് ശേഷമാണ് കളിയാട്ടം എന്ന സിനിമയ്ക്ക് തിരക്കഥ എഴുതിയ ബൽറാം മട്ടന്നൂർ ഇതിന് തിരക്കഥ എഴുതിയേക്കും. അപ്പോൾ 7 വർഷം മുമ്പാണ് ഈ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിയതെന്ന് ആലോചിക്കണം. അപ്പോൾ കളിയാട്ടത്തിലൂടെ സുരേഷ് ഗോപിക്ക് ഇന്ത്യയിലെ ഏറ്റവും നല്ല നടനുള്ള അവാർഡ് വാങ്ങിക്കൊടുത്തു. അനന്യസാധാരണമായ അഭിനയ മുഹൂർത്തമാണ് മഞ്ജു വാര്യർ കാഴ്ചവെച്ച് ആലോചിക്കണം. ലാല് അതിൽ ഉഗ്രനായൊരു കഥാപാത്രം ചെയ്തു. സത്യം പറഞ്ഞാൽ ആ സിനിമയാണ് ലാലിന് പിന്നീടുള്ള യാത്രയിൽ പ്ലസ് പോയിൻ്റുകൾ അല്ലെങ്കിൽ നാഴികക്കല്ലുകളായി മാറിയെന്ന് ആലോചിക്കണം. അതൊരു ഭാഗത്ത് നടക്കുന്നു. പിന്നെ ഈ സിനിമയ്ക്ക് എന്ത് സംഭവിച്ചു? ഈ സിനിമ സെൻസർ ബോർഡ് മുമ്പാകെ വന്നപ്പോൾ അനുമതി നിഷേധിച്ചു. ഈ സിനിമയ്ക്ക് അനുമതി കൊടുത്താൽ മതവികാരങ്ങളെ വ്രണപ്പെടുത്തുക മാത്രമല്ല വർഗീയ ലഹള ഉണ്ടാകുമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ സെൻസർ ബോർഡിൻ്റെ ഉപരി കമ്മിറ്റിയിലും പോയി അവിടെയും അനുമതി കിട്ടിയില്ല. അന്ന് ആ സിനിമയ്ക്ക് 3 കോടി രൂപയോളം നിർമ്മാണ ചെലവ് വന്നിരുന്നു എന്നാണ് നിർമ്മാതാവിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയ വിവരം. 7 വർഷത്തോളം ഫ്രീസറിലിരിക്കുന്ന ആ സിനിമ ഇപ്പോൾ പുറത്തു വരാൻ പോവുകയാണ്. തിയേറ്ററിലല്ല. അവർ ട്രിബ്യൂണലിനെ സമീപിച്ചുകൊണ്ട് ഈ സിനിമ OTTയിൽ പ്രദർശിപ്പിക്കാൻ അനുവാദം നൽകണം. അപ്പോൾ പിതാവിനും പുത്രനും എന്നുള്ള ടൈറ്റിൽ മാറ്റണമെന്നാണ് ആദ്യം അവർ പറഞ്ഞത്. അപ്പോൾ പകരം എന്തായിരിക്കും? പകരം ഒരു പേര് പറഞ്ഞു, അക്വേറിയം. ആലോചിച്ച് നോക്കണേ, പിതാവിനും പുത്രനും എന്നുള്ള മനോഹരമായ പേര് വിവാദപരമായി തോന്നാവുന്ന പേരുണ്ടായിട്ട് അക്വേറിയം എന്ന പേര് കൊടുക്കുമ്പോൾ സത്യത്തിൽ ആ സിനിമയുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോലെ അല്ലേ? അതെന്തോ ആകട്ടെ, സിനിമ കണ്ടിപ്പോൾ ഏത് പേരിലായാലും ആ സിനിമ ഇന്ന സിനിമയാണ് എന്ന് ജനം മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ OTTയിൽ വരുമ്പോൾ മതവികാരം വ്രണപ്പെടുത്തില്ലേ? സിനിമാ തിയേറ്ററിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ പേര് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ലക്ഷക്കണക്കിന് പേര് ഈ സിനിമ കാണില്ലേ? വിവാദമായ സാഹചര്യത്തിൽ ഈ സിനിമ കാണുന്നവരുടെ എണ്ണം കൂടി വരില്ലേ? അപ്പോൾ പുതിയ ഒരടവ് കൂടി വന്നിരിക്കുന്നു. ഹണി റോസ് ഈ സിനിമ റിലീസ് ചെയ്യാതിരിക്കാൻ വേണ്ടി OTT റിലീസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു കേസ് കൊടുക്കണം. തന്നെ ഭീഷണിപ്പെടുത്തി നിർബന്ധിച്ചിട്ടാണ് ഈ റോള് ചെയ്യിച്ചത്. തൻ്റെ അനുമതിയില്ലാതെ ചില രംഗങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ സിനിമ OTTയിലും റിലീസ് ചെയ്യാൻ പാടില്ല എന്ന രീതിയിൽ ചിലരൊക്കെ സംസാരിച്ചു എന്നാണ് പറഞ്ഞു കേട്ടത്. ആ സത്യാവസ്ഥ തുറന്ന് പറയേണ്ടത് ഹണി റോസ് തന്നെയാണ്. പക്ഷെ ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഈ കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത ഒരു സിനിമയുണ്ട്, കേരള സ്റ്റോറി. അന്ന് സംസ്ഥാന
സംസ്ഥാന ഗവൺമെൻറ് അടക്കം ഈ സിനിമയ്ക്ക് എതിരായിരുന്നു. സംസ്ഥാന ഗവൺമെൻറ് മാത്രമല്ല, മതേതരത്വം ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഈ സിനിമ ഇഷ്ടമായിരുന്നില്ല. കാരണം അതും വർഗീയ ലഹളയുണ്ടാക്കും. വർഗീയ ലഹള മാത്രമല്ല, ഈ രാജ്യത്തിലെ മുസ്ലിം സഹോദരന്മാരും സഹോദരിമാരും അടക്കമുള്ളവർ ഭീകരജീവികളാണെന്നും അവർ ഈ ഹിന്ദു സ്ത്രീകളെ ഇവിടെ നിന്ന് കൊണ്ടുപോയി മതം മാറ്റി തീവ്രവാദ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുപോവുകയാണെന്നും ചിത്രീകരിക്കുന്നൊരു സിനിമയായിരുന്നു അത്. ആ സിനിമയ്ക്ക് ഒരു വിഭാഗം പച്ചക്കൊടി കാണിച്ചു. അന്ന് പലരും എതിരായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ ഒരു വിഭാഗം ക്രിസ്ത്യൻ പുരോഹിതന്മാർ ഈ സിനിമ സഭയ്ക്കുള്ളിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് കുഞ്ഞാടുകളെ വഴിതെറ്റി പോകാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നാണ് പറഞ്ഞത്. എന്താണ് അത് പ്രദർശിപ്പിക്കുമ്പോൾ മുസ്ലിം സഹോദരന്മാരോ മുസ്ലിം വിഭാഗത്തോടുള്ള വൈരാഗ്യം കൂടുകയല്ലേ ഉണ്ടാവുള്ളൂ. അത് ചില പുരോഹിതന്മാർ അത് കൈക്കൊണ്ടില്ല എന്നാണ്. ഇപ്പം എന്താ, ക്രിസ്ത്യൻ സമുദായത്തെക്കുറിച്ച് മതവികാരങ്ങളെ അടക്കുന്ന മറ്റൊരു സിനിമ അവർക്കും നൊന്തു എന്നുള്ളതാണ്. ഏത് സിനിമയായാലും ഹിന്ദു വികാരമായാലും മുസ്ലിം വികാരമായാലും ക്രിസ്ത്യൻ വികാരമായാലും മറ്റേത് വികാരമായാലും ശരി, മനുഷ്യ വികാരം എന്നൊന്നുണ്ട് ഇവിടെ. മനുഷ്യൻ്റെ വികാരങ്ങളെ ഹനിക്കുന്ന രീതിയിലുള്ള കലാസൃഷ്ടിയെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്ന പക്ഷക്കാരാണ് ഞാൻ. എന്നാൽ ചിലർക്ക് നീതി, മറ്റു ചിലർക്ക് അനീതി എന്നുള്ള സിദ്ധാന്തം ശരിയല്ല എന്നാലോചിക്കണം. അപ്പോൾ ഇനി വരുന്നൊരു സിനിമ മുമ്പ് ഈ സിനിമയ്ക്ക് കേരള സ്റ്റോറിക്ക് ഒരു വിഭാഗം ജനങ്ങൾ, അതായത് ഹിന്ദുക്കളുടെ മൊത്ത കച്ചവടം ഏറ്റെടുത്തിരിക്കുമെന്ന് പറയുന്ന ഒരു വിഭാഗം ഈ സിനിമയെ പ്രോത്സാഹിപ്പിക്കുകയും അവാർഡുകൾ കൊടുക്കുകയും ഇന്ത്യയിലെ മറ്റുള്ള കേരളം ഒഴിച്ചുള്ള തമിഴ്നാട് ഒഴിച്ചുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ ഗംഭീര സ്വീകരണം നൽകുകയും ചെയ്തു എന്ന് ആലോചിക്കണം. ആദ്യം ഇന്ത്യ ഒരു മതേതര രാജ്യം തന്നെയാണ്. ആ രാജ്യത്തിന് പോറലേൽപ്പിക്കുന്ന ഒരു സംവിധാനവും ഇവിടെ ആരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. 4 വോട്ടിന് വേണ്ടി എന്തും ചെയ്യാവുന്ന അവസ്ഥയിലേക്ക് ഈ രാജ്യം ഭരിക്കുന്നവരും പ്രതിപക്ഷക്കാരും തരം താണു പോകാൻ പാടില്ല എന്നുള്ളതാണ്. കലാസൃഷ്ടികൾ ഉണ്ടാകട്ടെ, അങ്ങനൊരു തീരുമാനമെടുക്കുക. ഇവിടെ കലാസൃഷ്ടികൾ ഉണ്ടാകട്ടെ, ആ കലാസൃഷ്ടികൾ കാണട്ടെ, ചർച്ച ചെയ്യട്ടെ, എന്നിട്ട് നിരോധിക്കേണ്ടതാണെങ്കിൽ നിരോധിക്കണം, അത് എടുത്തവരെ ശിക്ഷിക്കേണ്ടതാണ് ശിക്ഷിക്കപ്പെടണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവിടെ ഒരു ഹണി റോസിന് മാത്രമല്ല ഭീഷണി ഉണ്ടായിട്ടുണ്ട്, മുമ്പും പലർക്കും ഭീഷണി ഉണ്ടായിട്ടുണ്ട്. ഭീഷണി ഒരു ഭാഗത്ത് അങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും. നല്ല കലാസൃഷ്ടിയാണെങ്കിൽ അത് ജനം കാണുക ചെയ്യും. കാരണം എത്ര കാലം കുടത്തിൻ്റെ വായ കെട്ടിവെക്കാൻ പറ്റുമെങ്കിലും മനുഷ്യരുടെ വാ കെട്ടിവെക്കാൻ പറ്റുമോ?